അപ്പോൾ ഇന്ന് 13-ാം തീയതിയാണ്. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ ദിവസമാണ്. അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രൂലെ ബിജോയുടെ വീട് പാലുകാച്ചാണ്. എന്റെ വീട് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, ഒരു ദിവസം തന്നെ 2 വീടാണ് പാലുകാച്ചുന്നത്. പ്രായത്തില് ആൻഡ് ഫൈനലി കാർത്തിക് സൂര്യയുടെ വെഡിങ് റിസപ്ഷൻ ഉണ്ട്. ഈ തൊലിക്കട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കേരളത്തിൽ നീ ഒന്നുകൂടെ കല്യാണം കഴിച്ച് ഞാൻ വന്ന് ചെയ്യായിരുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ വ്ളോഗ്. അപ്പോൾ ഇന്ന് 13-ാം തീയതിയാണ്. ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ ദിവസമാണ്. അതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രൂലെ ബിജോയുടെ വീട് പാലുകാച്ചാണ്. അപ്പോൾ നമുക്ക് അതിന് പോകണം. രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് പോകണം. ആൻഡ് ഫൈനലി കാർത്തിക് സൂര്യയുടെ വെഡിങ് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. ഇന്ന് ഫുൾ നമ്മൾ ബിസിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബിജോയുടെ വീട് പാലുകാച്ചിന് പോവാം. അപ്പോൾ നമ്മളെ ക്രൂ എല്ലാ ആൾക്കാരും നമ്മൾ അവിടെ വന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ അവന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പോവാം. അപ്പോ ബിജോയുടെ വീട് പാലുകാച്ച് കഴിഞ്ഞിരിക്കാൻ രാവിലെ 10 മണി കഴിഞ്ഞു. ചെറുക്കൻ അടുത്ത പോസിറ്റീവിലാണ് വന്നിരിക്കുന്നത്. കാരണം മറ്റേ കല്യാണം പെണ്ണിന്റെ മറ്റേ ഉടുപ്പും മാനങ്ങളൊക്കെ 3 ഡ്രസ്സൊന്നുമില്ല, നമ്മൾ എന്ത് തോന്നുന്നു? പുതിയ വീടൊക്കെ വെച്ചില്ലേ? ഇനി എന്ത് തോന്നാൻ, അടുത്ത മാസം കണ്ട ലോൺ അടയ്ക്കണമെന്ന് തോന്നുന്നു. ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റാ? നിങ്ങളൊക്കെ വന്നതിന് വലിയൊരു ഗിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ട, നമുക്ക് മനസ്സടിക്കാം. ഡയറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. എന്താ അത് എന്റെ പേരെന്താ? അത് വാങ്ങിയാൽ പറഞ്ഞില്ല. കുക്കർ പാലുകാച്ച് അത്ര കുക്കർ എന്റെ പാലുകാച്ചിന്റെ 2 ഫ്രെയിം വരും, ഒരു ക്ലോക്ക് രണ്ട് വീടുണ്ട്. അനിയത്തിയെ കാണിച്ച ട്വിൻസ് എന്നാണ് പറയുന്നത്. ഒരു വ്യത്യാസമില്ല. അതെ അതെ, രണ്ടുപേരും തമ്മിൽ രാപ്പൽ വ്യത്യാസം. ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. ഒരു ബന്ധമില്ല. ഞാൻ തന്നെ കാണിച്ചു തരാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ അച്ഛനും അമ്മയും ഉറങ്ങും കിടന്നു. പിന്നെ കോമൺ ബാത്റൂം. ആർക്ക് വന്നാലും കോമൺ ആയിട്ടിരിക്കാം. കോമൺ. ഓക്കെ, കുറച്ച് വൃത്തിയാക്കുന്നുണ്ട് ഗൈസ്. എന്റെ വ്യാപിച്ചാണ്, ഞാൻ വിട്ടുപോയി. ഇവിടെ അടുക്കള. രാവിലെ കാച്ചി പാല് പിരിഞ്ഞാണോ? എന്റെ റൂം കാണാം. എന്റെ റൂമ് എന്റെ ഒരു പഴയ റൂമിന്റെ ചെറിയൊരു ചായ. ഓ, അതാണ് മറ്റേ കട്ട് വെച്ച് കൊടുക്കണേ നിങ്ങളെ റൂം. ഇതാണ് എന്റെ റൂം. ഇത് ഞാൻ ഒരു ഡാർക്ക് കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അടിച്ചു വന്നപ്പോ ഇങ്ങനെ. അത് നമുക്ക് ഡാർക്ക് കുറച്ചും വരെ അടിച്ചാലോ? ഇത് ചിലപ്പോ കുറച്ചു നാൾ കഴിഞ്ഞ് പെയിന്റ് ചെയ്യും വീണ്ടും. അതൊന്നും നടക്കാത്ത. ഇതിപ്പോ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ പീഡിയയിൽ പറയണത്. പിന്നെ 10 വർഷം കഴിഞ്ഞാലും ഇതേ കണക്കായിരിക്കും. എന്റെ വീട് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, ഒരു ദിവസം തന്നെ 2 വീടാണ് പാലുകാച്ചുന്നത്. പ്രായത്തില് 10 പൈസ ചെലവില്ല. ഇല്ല, വീട് വെച്ച് തരണത് അവര്, പിന്നെ ബാക്കി ചെലവുകളൊക്കെ ഞാനാണ്. താഴെ ചോദിക്കണം. ഞാൻ ഇത് മറ്റേ മാല വിറ്റ് വീട്ടുകാർ വെച്ചിട്ട് മാല വിറ്റിട്ട് പണയം വെച്ച്. അപ്പൊ അതിന്റെ പോലീസ് ഇപ്പൊ വരുമല്ല. അത് അപ്പുറത്ത് ഇതേ സെയിം തന്നെയാണ്, കളറിൽ വ്യത്യാസം. അപ്പുറത്തെ റൂം മാത്രമേ വ്യത്യാസമുള്ളൂ. റൂം മാത്രം കാണിച്ചു. ഇല്ലെങ്കിൽ വീണ്ടും 10 മിനിറ്റ് വീണ്ടും ലെങ്ത്. 2 ഗിഫ്റ്റ് വാങ്ങണം നമ്മള്. ഈ പാമ്പിനുള്ള സാധനം എങ്ങനെ ഉണ്ട്? ഇതവിടെ ഡെമോ ഞാൻ ഓടിക്കൊണ്ടു, സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞു. അയാൾക്ക് ഞാൻ 200 രൂപ അധികം കൊടുത്തു. കടയുടെ പേരെന്തിനാ? ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നല്ലോ അടുത്ത് കൂടെ അവന്മാർക്ക്, അത് കുടിച്ച് തീത്താ. ഈ വീട്ടില് പാലുകാച്ചിറക്കുമ്പോ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചു. പൈനാപ്പിൾ ഒരു 2 മണിക്കൂറാവും. അപ്പുറത്ത് ഈ ഷെൽഫ് ഉണ്ടായിരുന്നു. അത് സെയിം ആണോ? എല്ലാ 2 അടുക്കള അല്ലേ? അല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതൊക്കെ സെയിം.
ഗൈസ് ഇനി നമുക്ക് ബിൻസിയുടെ റൂമില് ഇത് സച്ചിന്റെ സ്പീക്കറാണ്. സച്ചിച്ചാണ് തന്നിട്ട് പോലെയാണ് ഗൈസ്. ഇതിന്റെ കളർ ഇതുള്ള നല്ല രസമുണ്ട്. വിജയുടെ അമ്മ ആന്റിക്ക് എന്തൊരു കൺഗ്രാറ്റ്സ്. നീയാ വെച്ചത് ഈ കളറുള്ള വിജയ്. അതില്ല ഞാൻ ഈ വീട്ടിലത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത സാധനങ്ങളെല്ലാം അടിപൊളി. പക്ഷെ ഞാൻ വെച്ചപ്പോ അന്ന് എനിക്ക് വലിയ ഇതെന്റെ റൂമിലുണ്ട് ഈ പെയിന്റ് ഒരു ചെറിയ. ഇങ്ങനെ റൂമില് മാന്തി വയ്ക്കുക പച്ച നീല ഈ കളർ കൊറേ ചെയ്തിട്ടുണ്ട്. വീട് എക്സാക്ട് കോപ്പി. ട്വിൻസ് ആണ് ആർക്കും വിഷം വരാൻ പാടില്ല. അല്ല ഇവര് ട്വിൻസ് ആയതുകൊണ്ട് ട്വിൻസ് ഇത് വ്യത്യാസമുണ്ട്. ഡിസൈൻ അല്ലേ? വീട് തിരിച്ചറിയാൻ വേണ്ടിട്ട് എന്തെങ്കിലും അല്ലേ പറയാം. അവിടെ ഇരാണി ഉണ്ടാവും ഈ കളർ അവിടെ കിട്ടിയില്ലെന്ന് പോയിട്ട് എടുത്തോണ്ട് ഒരാളാണ്. എന്തായിരിക്കും എയർ ഫ്രയർ അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി അങ്ങനെയൊന്നും ഇല്ല. എന്തോന്നായിരിക്കും എന്തോ ചെറുതൊന്നും പിടിക്കണ്ട. അങ്കി എന്താന്നാണ് എന്തോ അറിഞ്ഞൂടാ. ഞാൻ ഇത് വേറെ ചിന്തയിലായി പോയി. എന്താ അറിഞ്ഞൂടാ കേസ്. ശരി അപ്പൊ നമ്മൾ പോയി സാധനം എടുത്തിട്ട് നമ്മൾ ഞാൻ എന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. TV ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗൈസ്. എന്താണെന്ന് പ്രഡിക്റ്റ് ഇതാണ് നമ്മൾ കാത്തിരുന്ന വിജയുടെ അനിയത്തി. നിങ്ങൾ ഇത് ട്വിൻസ് എന്ന് ഇനി ആരെങ്കിലും പറയൂ? ഇവളെ കല്യാണം ഒന്നും അല്ല. ഇങ്ങനെയൊക്കെ നമ്മള് സിമ്പിൾ ആയിട്ട് അവരൊക്കെ അവന്റെ ഇത് അവൾ പൊളിച്ചേക്കാം. ഞാൻ പൊളിച്ചേക്കാം ഗൈസ്. ഇതെന്തായിരിക്കും പറയട്ടാ. ഇത് കുക്കർ. ഇത് രണ്ട് എനിക്ക് ഉപയോഗമുള്ള സാധനം. നിനക്കിപ്പോ തരാം. ഗൈസ് അപ്പൊ എയർ ഫ്രയർ. അപ്പൊ എങ്ങനെയാണ് എയർ ഫ്രയർ നീ എടുത്തിട്ട് ഗ്യാസ് അത് വേണ്ട. ഇവര് ട്വിൻസ് ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് മുഖത്ത് ഒരു 2.5 കിലോ പൊട്ടിയിരിക്കൊണ്ടാണ് ഇതിങ്ങനെ തോന്നണത്. ഇതൊക്കെ കഴുകിക്കളഞ്ഞ കണക്ക്. ഇന്ന് രാവിലെ ഒരു ഷർട്ട് ഉള്ളൂരിക്കല്ലേ പുതിയ ഷർട്ട്. ഭയങ്കര ഇതുണ്ട്. അവള് ഒരുങ്ങി വെക്കണല്ലേ. പറ്റണില്ല അവന്. രാവിലെ തന്നെ പ്രശ്നമുണ്ട് തന്നെ. ഇല്ല കേസ് അങ്ങനെയൊന്നും പിന്നെ 3 മിനിറ്റ് നേരത്തെ ഇറങ്ങി വന്നതിനാണ്. വിജയുടെ വീട് പാലിയാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി കാർത്തിക് സൂര്യയുടെ കല്യാണം. അതിന് നിങ്ങൾ കമന്റ് കഴിച്ചു. ഞാൻ പറഞ്ഞു അത് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒന്നും കൂടെ വാർത്തയ്ക്കാൻ ഗൈസ് അപ്പോൾ നമ്മള് കാർത്തിക് സൂര്യയുടെ കല്യാണത്തിനുള്ള ഗിഫ്റ്റ് നമ്മൾ മയോപ്പിന്നാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? നമുക്ക് അവിടെ പേരിന്റെ അകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് രീതിയിലുള്ള ഫ്ലേവർ ആണ് അല്ലേ? സ്മെല്ല് മോട്ടിക്കരുത്, വൈഫിന്റെ മോട്ടിച്ചടിക്കരുത്. ഓക്കെ, എന്തായാലും കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനം. കൊടുക്കണോ? നമുക്ക് തന്നെ കൊണ്ടുപോയാലാ. ആ പാക്കിംഗ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നേരെ എനിക്ക് കല്യാണം. ഹലോ, അയ്യോ ഇത് പറ്റിയ ബ്രോ ക്യാമറ മാറ്റിയ പോകാനായിരുന്നു. ക്യാമറ മാറ്റും. ജിമ്മിക്കാരി തുടങ്ങിയല്ലേ?
മായി മച്ചാൻ പ്രാങ്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഈ തൊലിക്കട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കേരളത്തിൽ ഇറക്കട്ടെ. നീ ഒന്നുകൂടെ കല്യാണം കഴിച്ച് ഞാൻ വന്ന് ചെയ്യായിരുന്നു. നോക്കട്ടെ, ആലോചിച്ചോട്ട് വിളിക്കണം. വേണ്ട കലിപ്പോ വേണ്ട ഇല്ല ഇന്ന് ചട്ടിയില്ല എല്ലാ ചട്ടി ഉപയോഗിച്ച് മോളും ഭാര്യയൊക്കെ ഉള്ളപ്പോ ഞാൻ ഡീസന്റാ എല്ലാരും അങ്ങനെയാണ്. ഇതാ സുഖല്ലേ? അതല്ല നിന്റെ അടുത്തല്ല, അവന്റെ ഫാൻസിന്റെ അടുത്ത്. സുഖല്ലേ? മായി മച്ചാന്റെ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെല്ലാം കമന്റ് ചെയ്യും. വീഡിയോ ഉണ്ട്, കണ്ടു നോക്ക. സമയം കിട്ടും. കട്ടി അപാരം അത് എനിക്ക് എങ്ങനെയാണെന്ന് നീ മനസ്സിലാവില്ല. അല്ല, അവൻ എന്റെ കല്യാണത്തിന് ചെയ്തപ്പോ ഞാൻ തിരിച്ചൊരു മറുപടി. അത് 4 വർഷത്തെ പ്രതികാരം. കാത്തിരിക്കായിരുന്നു. 4 വർഷത്തെ കാത്തിരിപ്പ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത്. എല്ലാ അച്ഛനൊക്കെ സ്പെഷ്യലി പറഞ്ഞ് നല്ല പണിയായിരുന്നു. അതുകൊണ്ട് ഇന്നൊരു പണി ചെയ്ത് അതെന്റെ വ്ളോഗിൽ കണ്ടാൽ. അതെന്തായാലും മായി മച്ചാൻ പൊളിച്ചു. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കല്യാണവും നമ്മുടെ പാലിയാച്ചി എല്ലാം നമ്മൾ കൂടി ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പോയത് അറിഞ്ഞില്ല. അനീഷ് അവിടെ അപ്പോൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.